ഏവർക്കും സിഗ്നേച്ചർ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏകദേശം 45,000 മുകളിൽ സാലറി കിട്ടുന്ന ഒരു ഡിഗ്രി ഹോൾഡറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ IDBI ബാങ്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജറുടെയും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ, ഏകദേശം 1,300ഓളം വേക്കൻസി തന്നെ വന്നിട്ടുണ്ട്. കേരളത്തിൽ അവസരമുള്ളതാണ്. അപ്പോൾ ഒരു ഡിഗ്രി ഹോൾഡറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം നമുക്ക് ഒരു 45,000 മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുന്ന ഒരു കിട്ടില്ല പോസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ. അപ്പോൾ അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇത് മാത്രമായിട്ട് 1,100 വേക്കൻസിയാണ്. ഇവിടെ നമ്മുടെ കേരള റീജിയൻ, അപ്പോൾ നമ്മുടെ കേരള റീജിയൻ വരുന്ന കൊച്ചിയാണ്. കൊച്ചിയിലത്തേക്കും ഏകദേശം 55ഓളം വേക്കൻസീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വേക്കൻസീസ് കേരളത്തിലുമുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും 1,100 വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിഗ്രി ഹോൾഡറിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. കാറ്റഗറി വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ അൺറിസർവ്ഡ് 23 വേക്കൻസീസും ബാക്കി റിസർവ്ഡ് കാറ്റഗറീസിനും കൂടെയൊക്കെ ചേർത്തിട്ടാണ് ടോട്ടൽ 55 വേക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയിരിക്കുക. ഇനി നമ്മൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോഴത്തേക്കും 60% മാർക്കോടെ ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. 20 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്കാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയേക്കുക. ഒരു ഡിഗ്രി ഹോൾഡർ, ഡിഗ്രി കഴിഞ്ഞ ആളിന് തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടിംഗ് തന്നെ 45,000, ഏകദേശം അലവൻസ് എല്ലാം കൂടി ചേർത്ത് 2,000 രൂപയായിരിക്കാം നമുക്ക് ഇനിഷ്യലി എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു ലൈഫ് സ്കെയിൽ വരുന്ന ഒരു ജോബ് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ IDBI ബാങ്ക് എന്ത് ചെയ്യുന്നത് പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയേക്കുക. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞാൽ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് March 1, 2026. ഏജ് ലിമിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഈ ഒരു ഡേറ്റ് അനുസരിച്ചാണ്. അപ്പൊ March 6 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. മാർച്ച് 8 തൊട്ട് 19 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാനും ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് April 12 ആണ്. ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് ആണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ എക്സാം ഉണ്ട്. അപ്പൊ ബാങ്ക് എക്സാമിന്റെ എല്ലാം പ്രത്യേകത അതാണ് അല്ലെ. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ എക്സാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ജോബിലേക്ക് സെലക്ഷൻ കിട്ടുന്ന രീതിക്കാണ് ഒട്ടുമിക്ക ബാങ്ക് എക്സാം വരുന്നത്. അപ്പൊ IDBIയുടെയും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ സാലറി സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു വർഷം ഏകദേശം 6 ലക്ഷം രൂപയാണ്, 6 to 6.5 ലക്ഷം രൂപയോളമാണ് നമുക്ക് ഇതിന്റെ ഒരു CTC വരുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അപ്പോ ഏകദേശം ഒരു 45,000 മുകളിൽ ഒരു മാസം സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സിലബസ് ഒന്ന് നോക്കുക. ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ, ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടറും ആണ് ഇതിനകത്ത് വരുന്നുണ്ടോ, എക്കണോമി, ബാങ്കിങ്, അതുപോലെ കമ്പ്യൂട്ടറും ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഏകദേശം 200 ക്വസ്റ്റ്യൻ, 200 മാർക്കിനാണ്, 120 മിനിറ്റ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് അലോട്ട് ചെയ്തത്. 2 മണിക്കൂർ കൊണ്ട് 200 മാർക്കിനുള്ള പരീക്ഷയാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മളൊരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് തയ്യാറെടുക്കേണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ റീസണിങ്ങും മാത്സും അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ആണ് നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിന്റെ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പരീക്ഷയുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് എന്തായിരിക്കും, ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ജോബിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ, അതിനുശേഷമായിരിക്കും മെഡിക്കൽ ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ IDBI ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ്. അപ്പൊ 200 വേക്കൻസീസ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ അതിനകത്ത് ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസോ മിനിമം 2 years ഇൻ എനി ഷെഡ്യൂൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ് തുടങ്ങി 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ് കേട്ടോ. അപ്പൊ നോക്കി ഇതിന്റെ ആ ഒരു ഡേറ്റ്സ് നോക്കുക. സെയിം ഡേറ്റ് തന്നെയാണ്, March 8 മുതൽ March 19 വരെയാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. April 12 തന്നെയാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമും നടക്കുന്നത്. സാലറി സ്ട്രക്ചറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എത്രയാണ്, 48,480 ആണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അലവൻസ് ബാക്കിയെല്ലാം ചേർത്ത് 50-55 രൂപയോളം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസം നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ, പിന്നെ എന്താണ് മെഡിക്കൽ ടെസ്റ്റ്. അപ്പൊ നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജറിന് വന്ന അതേ സെലക്ഷൻ പ്രോസസ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ്. ലോജിക്കൽ റീസണിംഗ്, ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ അവയർനെസ് ആണ്. 200 മാർക്ക്, 2 മണിക്കൂറാണ് നമുക്ക് ഇതിനകത്ത് ടൈം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു.
അപ്പൊ ഈ രണ്ട് നോട്ടിഫിക്കേഷനും നിങ്ങൾ നോക്കിയേക്കുക. നമുക്ക് അത്യാവശ്യം നല്ലൊരു അവസരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണ ബാങ്ക് എക്സാം, നമ്മുടെ മാത്സും റീസണിംഗും ഒക്കെ പഠിച്ച് നമുക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു പോസ്റ്റിനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബാങ്ക് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനുള്ള ടൈം കിട്ടണമെന്ന് വരത്തില്ല കേട്ടോ. ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് എക്സാം നടക്കും. അപ്പോൾ നേരത്തെ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്തിട്ടാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ജോലി നിങ്ങൾ നേടിയെടുക്കണം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സും മറ്റ് കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സമയാസമയം കിട്ടാനായിട്ട് സിഗ്നേച്ചർ ലേണിംഗിന്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, ഇതുപോലുള്ള ഇൻഫർമേഷൻ ഓൺ ടൈം കിട്ടാനുമായിട്ട് സിഗ്നേച്ചർ ലേണിംഗിന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു സെഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.